ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാനിന്ന് കുറച്ച് ദിവസമായി ഒരു വ്ളോഗൊക്കെ ഇട്ടിട്ട്. അപ്പം നമ്മുടെ ഓണമൊക്കെ ആയിട്ടൊരു വ്ളോഗ് ഇട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ഓണമല്ലേ. പണ്ടൊന്നും ഓണത്തിനൊരു വ്ളോഗ് ഒരു വലിയ കാര്യമല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒക്കെ ഓണം സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാലാളെ അറിയിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ഓണം. അപ്പം നമുക്കിന്നിവിടെ നമ്മുടെ നാട്ടിലെ ഓണമല്ല, നമ്മുടെ സൗദിയിലെ ഓണമാണ്. അപ്പം അതെല്ലാവരെയും ഒന്ന് കാണിക്കാമെന്നൊക്കെ ഒന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ വ്ളോഗ് ഫുള്ള് കാണണം കേട്ടോ. ആരും സ്കിപ്പടിച്ച് പോകരുത് കേട്ടോ. 4 പെണ്ണുങ്ങൾ എവിടെ കൂടുന്നു അവിടെ ഒരു മേക്കപ്പ് പരിപാടി ഉള്ളതാണ്. അപ്പോൾ ഇതാണിപ്പോൾ ഇവിടെ നടക്കുന്നത്. എല്ലാവരും ഫസ്റ്റ് ടൈം ഇവിടെ വന്നിട്ട് എല്ലാവർക്കും ഒന്ന് ഒരുങ്ങാൻ കിട്ടിയ അവസരമാണ്. എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ആലോചിക്കും ഇതുവരെ ഇവിടെ വന്നിട്ട് ഒരുങ്ങിയിട്ടില്ലല്ലോ. അങ്ങനല്ല, നമ്മുടെ ട്രഡീഷണൽ രീതിയിൽ, നമ്മുടെ കേരള രീതിയിൽ എല്ലാവർക്കും ഒന്ന് ഒരുങ്ങാൻ കിട്ടിയൊരു അവസരമാണ്. അപ്പോൾ അതാരും വിട്ടുപിടിക്കുന്നില്ല. എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഞാനും വ്ളോഗ് എടുത്താൽ മാത്രം പോരല്ലോ, എവിടെയെങ്കിലുമൊക്കെ ഞാനൊന്ന് ഒരുങ്ങണമല്ലോ. അപ്പം ഞാനും ഇടയ്ക്കൊന്നൊന്ന് ചെറുതായിട്ടൊരു ടച്ചപ്പൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ വിനീത ചേച്ചിയാണ് നമ്മുടെ വ്ളോഗിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും നിങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ ചേച്ചി ചന്ദനമൊക്കെ തൊട്ടത് സുന്ദരി കുട്ടിയായിട്ട് നമ്മുടെ വ്ളോഗിന് ഫോക്കസ് ചെയ്യുന്നുണ്ട്. തൊട്ടിപ്പുറത്ത് നമ്മുടെ ജിഷ് ചേച്ചി നിൽപ്പുണ്ട്, നമ്മുടെ ശരണ്യ മിത്ര ചേച്ചി. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ഹാപ്പി ഓണമൊക്കെ വിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ നഴ്സിംഗ് സൂപ്പർവൈസറാണ് ആയിരിക്കുന്നത്. ഇത് പിന്നെ അടുത്ത ആൾ നമ്മുടെ ജിജോ ചേട്ടൻ, നമ്മുടെ ദിവ്യ ചേച്ചിയുടെ ഹസ്ബൻഡാണ്. നമ്മുടെ വ്ളോഗിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും നിങ്ങൾ കാണുന്നത്. ചേട്ടനാണ് നമ്മളെ ഇതിനെല്ലാം ഇവിടെ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്യാനും നമുക്ക് ഒരാൺ തുണയായിട്ട് നമുക്ക് തുടക്കം മുതൽ കൂടെ നിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തത് ചേട്ടനാണ്. ചേട്ടന്, മദൻ ചേട്ടന്, പിന്നെ നമ്മളെ അങ്ങനെ ഹെൽപ്പ് ചെയ്ത് കുറച്ച് പേരുണ്ടായിരുന്നു. ഇത് പിന്നെ നമ്മുടെ ബീന ചേച്ചി നമ്മുടെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് പിന്നെ ടിസ ചേച്ചി, രേഷ്മ ചേച്ചി, ഇവർ രണ്ടുപേരും OR ലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് പിന്നെ നമ്മുടെ ദീപ്തി ചേച്ചി. അപ്പോൾ നമ്മുടെ 2025 നമ്മുടെ ഓണപ്പരിപാടി നമ്മുടെ ദിവ്യ ചേച്ചി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് പേരെ വന്നിട്ടുള്ളൂ. നമ്മൾ മലയാളികൾ അധികം പേരില്ല, ഒരു 10-40 പേരേ ഉള്ളൂ. As we gather here, 25 will be successful. Now I am inviting Nandivya to open our surprise here. So let's welcome Nandivya. അപ്പോൾ നമ്മുടെ മാവേലി വന്നതിന് ശേഷം നമ്മുടെ മാവേലിക്ക് വേണ്ടി നമ്മുടെ രേഷ്മ ചേച്ചിയുടെ വകയും നമ്മുടെ ടീമിൻ്റെ വകയും ഒരു പാട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഭാനു ചേച്ചി. അപ്പോൾ നമ്മുടെ തിരുവാതിര കഴിഞ്ഞ് അടുത്തത് ഭാനു ചേച്ചിയുടെ വക നല്ല സൂപ്പർ അടിപൊളി ഒരു ഡാൻസ് ആയിരുന്നു. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളത് പെട്ടെന്ന് കണ്ടു കേട്ടോ. Thank you.
हिंदी वन सेकंड ഇത് നമ്മുടെ മണിച്ചേച്ചിയും ഗോകുല ചേച്ചിയുമാണ്. അപ്പോൾ അടുത്തത് അവരുടെ വക നല്ല അടിപൊളി സൂപ്പർ ഒരു പാട്ടായിരുന്നു. നമ്മളെല്ലാവരും ആ പാട്ട് എൻജോയ് ചെയ്തു. Did you feel bored, Mavili? Not at all. I'm enjoying. Yes. അപ്പോൾ അടുത്തത് നമ്മുടെ ജെൻസിയുടെ വക ഒരു പാട്ടാണ്, ജെൻസിയുടെയും ടീമിൻ്റെ.
എന്ത് സംഭവം? എല്ലാം കഴിഞ്ഞപ്പോ പായസം കുടിച്ചാൽ വന്നേക്കാൻ മോൻ. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ നമ്മുടെ ഡാൻസും പാട്ടും ഒക്കെ തന്നെയല്ലേ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ഓണപ്പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ കസാരകളിൽ നിന്ന് തുടങ്ങി. അപ്പം
അപ്പം നമ്മുടെ കുറച്ച് ഗെയിംസിന് ശേഷം നമുക്ക് എല്ലാവർക്കും വിശന്ന് തുടങ്ങി. അപ്പം നമ്മൾ തറയിലിരുന്നാണ് എല്ലാവരോടും ഇരുന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം നമ്മൾ ചാടി മറിഞ്ഞ് അവിടെ എല്ലാം കുറേ പൊടിയും മുല്ലപ്പൂവും ഒക്കെ വീണ് കിടക്കുകയാണ്. അപ്പോൾ ദിവ്യ ചേച്ചി അത് തൂത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പേരത് ചേച്ചിയെ ഹെൽപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളെല്ലാവരും വിശന്ന് തറയിൽ ഇരുന്ന് കഴിക്കാൻ പോവാണ്. അപ്പോൾ തറയിൽ ഇരിക്കാൻ സൂപ്പർ കൊടുത്തപ്പോൾ ഭാര്യയും ഭർത്താവും അത് വെച്ചിട്ട് കപ്പിൾ ഡാൻസ് കളിക്കുന്നു. ആ കപ്പിൾ ഡാൻസ് കളിക്കുന്ന ജിജോ ചേട്ടനെ രണ്ട് ഇപ്പം നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ 2025 ഈ വർഷത്തെ ഓണം നമ്മുടെ ഫ്രണ്ട്സിൻ്റെയും നമ്മുടെ ഇവിടുത്തെ സൗദിയിലെ ഫാമിലിയുടെ കൂടെ അടിച്ചു പൊളിച്ച് നമ്മൾ കഴിച്ചു. അപ്പോൾ അതിനുശേഷം നമ്മുടെ പ്രോഗ്രാംസ് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ ഉറിയടി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഉറിയടി സ്റ്റാർട്ട് ചെയ്തപ്പോഴേ നമ്മുടെ ഫ്രണ്ട്സ് ചേച്ചി ഉറി അടിക്കാനുള്ള വടി അടിച്ചൊടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തതിന് വടി ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കാറിൻ്റെ ഇതിൻ്റെ സാധനത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല, നമ്മുടെ ഷമീരേട്ട കൊണ്ടു തന്നാണ്. അത് വെച്ചാണ് അടുത്തത് നമ്മൾ ഇനി ഉറി അടിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ ടിസ ചേച്ചി ഉറിയടിയിൽ വൻ വിജയത്തോടെ പരാജയപ്പെട്ടിരിക്കുകയാണ്. അതിനെക്കൊണ്ട് നമ്മുടെ ഇനി ഒരു പുരുഷനെ കയറ്റിവിടാതെ നമ്മുടെ ജിജോ ചേട്ടനെ കയറ്റിവിട്ടിട്ടുണ്ട്. നേരിട്ട് നമ്മൾ ഇരിക്കുന്നിടത്ത് വന്നൊരു കൊട്ട് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് വീണ്ടും ഉറിയിലേക്ക് ഉന്നം വെച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. ഒന്നും നടക്കാൻ പോകുന്നില്ല, പ്രതീക്ഷിച്ച പോലെ ഒന്നും നടന്നില്ല. തിരിച്ചതുപോലെ തന്നെ വരുമെന്ന് നമ്മൾ കരുതി. പക്ഷേ നിങ്ങളിപ്പോൾ കണ്ടു. അങ്ങനെ നമ്മുടെ ഉറിയടിയുടെ അവസാനത്തിലേക്ക് വന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു അവസാനം എനിക്ക് ഞാൻ അടിക്കാമെന്ന്. അങ്ങനെ ഇതേണ്ട അവസാനം ഞാനും കുറേ നേരം ട്രൈ ചെയ്തു. അങ്ങനെ എൻ്റെ പരിശ്രമത്തിനൊടുവിൽ എൻ്റെ ശ്രമം വിജയിച്ചു ഫ്രണ്ട്സ്. നിങ്ങളിപ്പോൾ കണ്ടോളൂ. ഓണത്തിനിടയ്ക്ക് എന്താ പുട്ടുകച്ചവടം എന്ന് ചോദിക്കുന്ന കാര്യം പറഞ്ഞ പോലെ പഴഞ്ചൊല്ലിനിടയ്ക്ക് നമ്മുടെ ഓണത്തിനിടയ്ക്ക് നമ്മുടെ മലയാളിയെ കിടക്കുന്നത് നമുക്കൊരു അറബിയേയും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സലീം, നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റലിലെ ഡ്രൈവറാണ്. പുള്ളി നമ്മളോട് എല്ലാത്തിനും നല്ല രീതിയിൽ എൻജോയ് ചെയ്യും, അങ്ങനെ മാറി നിൽക്കത്തൊന്നുമില്ല. അപ്പം പുള്ളി വന്ന കറക്റ്റ് സമയത്തായിരുന്നു നമ്മുടെ ഉറിയടി നടന്നുകൊണ്ടിരുന്നത്. അപ്പം കണ്ടപ്പം പുള്ളിക്കൊരാഗ്രഹം, പുള്ളിക്ക് ഒന്ന് ഉറി അടിക്കണമെന്നും അങ്ങനെ പുള്ളി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നടന്നില്ല. അപ്പോൾ അടുത്തതായിട്ട് ഉറി അടിക്കാൻ പോകുന്നത് നമ്മുടെ മദൻ ചേട്ടനാണ്. ഇപ്പം അടിച്ച് ഉറി താഴെ ഇടുമെന്ന് പറഞ്ഞൊക്കെയാണ് കയറിയത്. ഒന്നും നടന്നില്ല. അപ്പോൾ ഇനി നമ്മുടെ വാശിയേറിയ വടംവലിയാണ് ഗൈസ് നടക്കാൻ പോകുന്നത്. പക്ഷെ അധികം വാശി വെക്കേണ്ട വന്നില്ല. അതിന്
അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ പാട്ടോടും ഡാൻസോടും കൂടി നമ്മുടെ ഈ വർഷത്തെ 2025 ഓണം ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പം ഇഷ്ടപ്പെട്ടവരെ